ദൈവം ആദമിനെ ഏദനിൽ ആക്കിയപ്പോൾ അവൻ ഒരു സ്വസ്ഥത അനുഭവിച്ചുകൊണ്ട് അവിടെ ജീവിച്ചേ. പക്ഷേ പാപം അവൻ്റെ ജീവിതത്തിൽ കടന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ അസ്വസ്ഥമായി തീർന്നു. നിങ്ങൾ എന്നോട് കൂടെ ഇരിക്കണമേ. ഇപ്പോൾ പാപം ഏതെങ്കിലും വന്നു കഴിഞ്ഞത്, അല്ലെങ്കിൽ എപ്പോൾ ആണോ ഈ ആദമിൽ പാപം വെളിപ്പെട്ടത്, അവൻ പാപത്തിൻ്റെ കീഴിൽ ആയിപ്പോയത്, അപ്പോൾ അവൻ്റെ ജീവിതം അസ്വസ്ഥമായി. നിങ്ങൾക്കറിയുമോ, അവനിൽ ജനിച്ച സന്തതികൾ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാകുകയും ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകുവാനും ഇടയായി തീർന്നു. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ആദിമ ചരിത്രത്തിൽ, മനുഷ്യന്റെ ചരിത്രത്തിൽ അവന് സ്വസ്ഥത നൽകി അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ വാക്കിന് വിരോധമായി അവൻ ചലിക്കാൻ തുടങ്ങിയപ്പോൾ ഒന്ന്, അവൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. ആ സ്വസ്ഥത അവൻ പരിഹരിക്കാൻ തയ്യാറാകാതെ ഇരുന്നപ്പോൾ അതവൻ്റെ തലമുറകളിലേക്ക് വ്യാപരിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തി ദൈവികമല്ല, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തി പൈശാചികമാണ്. ഞാൻ പറയട്ടെ, നിന്നെ തളർത്തുവാൻ ഒരു ശത്രു ഉണ്ടെങ്കിൽ നിന്നെ വളർത്തുവാൻ നിന്റെ ദൈവം നിന്നോട് കൂടെയുണ്ട്. നിന്റെ കുടുംബത്തെ അസ്വസ്ഥമാക്കുവാൻ പിശാച് ആഗ്രഹിക്കുന്നെങ്കിൽ അതിനെ സ്വസ്ഥത വരുത്തുവാൻ യേശുവിന് മനസ്സുണ്ട്. ഇന്ന് പകലെ ആ ദൈവശക്തി നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ. അത് ഈ ആരാധനയിൽ നിന്നിലേക്ക് വ്യാപരിക്കട്ടെ, നിന്റെ ചിന്താമണ്ഡലങ്ങളിൽ വ്യാപരിക്കട്ടെ, നിന്റെ കുടുംബാന്തരീക്ഷത്തിൽ വ്യാപരിക്കട്ടെ, നിന്റെ ജോലിയിൽ വ്യാപരിക്കട്ടെ. ഏതെല്ലാം മേഖലകളിലാണോ നീ അസ്വസ്ഥമായിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി വിളിച്ചു പറയുന്നു, യേശുവിന്റെ നാമത്തിൽ നിനക്കൊരു സ്വസ്ഥതയുണ്ട്. നിന്നെ സ്വസ്ഥമാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിനക്ക് സ്വസ്ഥത വരുത്തുവാൻ ദൈവത്തിന് നിന്നെ കുറിച്ച് ആഗ്രഹമുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്.